ഞങ്ങൾ തീരുമാനിക്കുന്ന സംവിധായകൻ മതി, ഞങ്ങൾ തീരുമാനിക്കുന്ന നിർമ്മാതാവ് മതി, ഞങ്ങൾ തീരുമാനിക്കുന്ന ഒരു കൂടെ അഭിനയിച്ചു. അങ്ങനെ ഒരു ചിന്തയിലേക്ക് സിനിമ മാറി വന്നു. അത് വരുത്തി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ വരുത്തി. ഗേളി എന്നായിരുന്നു പേര്, ഞാനാണ് ഗോപിക എന്ന് പേരിട്ടത്. ഗോപി ഇങ്ങനെ പറഞ്ഞു, ടെൻഷൻ കൊണ്ട് സാറിൻ്റെ പേര് പറയാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞു ടെൻഷൻ കൊണ്ട് കിട്ടിയ പേര് പറയാൻ പറഞ്ഞെങ്കിൽ ഗുരുത്വമില്ല എന്നുള്ള അതിന് പറയാനുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ പല സംവിധായകർക്കും വർക്കില്ലാതെ വെറുതെ ഇരിക്കേണ്ടി വരുന്നത്. അവർക്ക് അവരുടെ കഴിവ് നഷ്ടപ്പെട്ടിട്ടല്ല, ക്വാളിറ്റി നഷ്ടപ്പെട്ടിട്ടല്ല. ഞാൻ അങ്ങ് സംസാരിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് കുഞ്ചാക്കോ ബോബനെ ആ പടത്തിൽ ഇട്ടത്. കാരണം എന്ന് പറഞ്ഞാൽ അവരൊരു വ്യക്തി സമ്മതിക്കുന്നില്ല. അവർ പറയുന്നത് അത് ആർക്കാണ് വലിയ റോള്, ആർക്കാണ് റോള്, ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ സംസാരിക്കുന്നത്. എൻ്റെ മനസാക്ഷിയോട് എനിക്കെപ്പോഴും പറയാമല്ലോ, ഞാൻ കൊണ്ടുവന്ന പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്നതാണ് ജയസൂര്യയെ, എന്നിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് ദേവൻ, ഞാൻ കൊണ്ടുവന്ന മനോജ് കെ ജയനാണ്. അങ്ങനെ ദിലീപിൻ്റെ വീട്ടിൽ പോകുന്നു. മഞ്ജു ഉണ്ടായിരുന്നു, മഞ്ജു ചായ കൊണ്ട് തന്നു. ഇന്ന് മലയാള സിനിമ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നടന്മാരെയും അതുപോലെ നായികമാരെയും ഈ ഇൻഡസ്ട്രിയിലോട്ട് കൊണ്ടുവന്നത് സാറാണ്. പക്ഷേ വളരെ എനിക്ക് തോന്നുന്നു ഇത്തരം അനുഭവങ്ങൾ ഉള്ള ആളുകൾ ചുരുക്കമാണ്. അത്രയും മോശം അനുഭവങ്ങൾ സാറിന് ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഇപ്പോൾ കെ പി ഉമ്മർ ആയാലും ശരി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് പോലും ഞാനത് ഒരു ഇൻ്റർവ്യൂവിൽ കേട്ടത് തന്നെയാണ്. നമ്മൾ പോലും ഇത് കേൾക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ അതിനെക്കുറിച്ച് എനിക്ക് വിവരിക്കാൻ എനിക്ക് അല്പം പ്രയാസമുണ്ട്. അത് ഞാൻ വിവരിക്കുന്നില്ല. അത് ഒരു ഇൻ്റർവ്യൂവിൽ ഞാനത് പറഞ്ഞു. പക്ഷെ അത് ഞാൻ വീണ്ടും നിർബന്ധിക്കരുത്, ഓർക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ നിർബന്ധിക്കരുത്. അത് ഒരു വല്ലാത്തൊരു അനുഭവമായിട്ട് അത് അങ്ങനെ നിൽക്കട്ടെ. പക്ഷെ അദ്ദേഹം നല്ലൊരു മനുഷ്യൻ തന്നെയാണ്, നല്ല സ്നേഹമുള്ള ആളാണ്. സെറ്റിൽ ഭയങ്കര ഡിസിപ്ലിനായ ഒരു ആളാണ് കെ പി ഉമ്മർ എന്ന് പറയുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തു. അവിടെ കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവം എനിക്കറിയാം. അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് ഒരു രൂപ പോലും പ്രൊഡ്യൂസറെ പൈസയിൽ നിന്ന് ഒരു ചായ പോലും കുടിക്കില്ല. അങ്ങനെയൊക്കെ കൃത്യസമയത്ത് ഇത്ര ഡേറ്റ് ഒരാൾക്ക്, ഒരു പ്രൊഡ്യൂസർക്ക്, ഒരു ഡയറക്ടർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് കഴിഞ്ഞാൽ അതിൽ മാത്രമേ വേറെ സിനിമയ്ക്ക് പോവുള്ളൂ. അങ്ങനെ ഒരുപാട് ഡിസിപ്ലിനുള്ള ഒരു ആർട്ടിസ്റ്റായിരുന്നു ആണ് സാറിൻ്റെ ഈ ഒരു സ്വഭാവം. എനിക്ക് തോന്നുന്നു ആയിരിക്കാം ചിലപ്പോൾ മോശം അനുഭവങ്ങൾക്ക് നമുക്കിപ്പം എന്തും ഒരാളോട് തുറന്ന് പറയാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളത് എതിർത്ത് പറയാൻ അന്ന് ശീലിച്ചിരുന്നെങ്കിൽ ഇത്തരം അനുഭവങ്ങൾ ചിലപ്പോൾ കുറച്ച് കുറഞ്ഞേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്തരം അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുള്ളപ്പോൾ മറ്റ് സിനിമകളിലേക്ക് വരികയാണെങ്കിൽ, ദോസ്ത് എടുത്തു കഴിഞ്ഞാൽ ദിലീപ് എന്ന നടനാണെങ്കിൽ കൂടി ജനപ്രീതി നേടിക്കൊടുത്ത സിനിമയാണ് ദോസ്ത്. അപ്പോൾ ഇന്നും നമ്മളെ ചിരിപ്പിക്കുന്ന അല്ലെങ്കിൽ കണ്ടിരിക്കുന്ന, നമ്മൾ ചാനൽ മാറ്റി പോകുമ്പോൾ ഇപ്പോഴത്തെ ഏത് സിനിമ വന്നാലും പഴയ സിനിമകൾ എടുക്കുമ്പോൾ നമ്മൾ കണ്ടിരുന്നു പോകും. അപ്പോൾ ഈ ദോസ്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ദോസ്തിലേക്ക് എത്തിയത് കാരണം ഈ പറഞ്ഞ പോലെ കുറേ സിനിമകൾ കഴിഞ്ഞ ശേഷമുള്ള ഒരു യാത്രയിലാണല്ലോ. അപ്പോൾ അതിനുശേഷം കൊട്ടാരക്കര സാറും അദ്ദേഹത്തിൻ്റെ മകൻ രവി കൊട്ടാരക്കര അവരാണ് എന്നെ ഒരു പടത്തിന് വേണ്ടി ബുക്ക് ചെയ്തിട്ടുള്ളത്. നേരത്തെ ഒരു പടത്തിന് വേണ്ടി അഡ്വാൻസ് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ആരെ വച്ച് സിനിമ ചെയ്യണമെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഒരു സിനിമ ചെയ്തു തരണം എന്ന് പറഞ്ഞ് അഡ്വാൻസ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം എന്നെ സമീപിച്ച് നമുക്ക് ഉടനെ ഒരു സിനിമ ചെയ്യാമോ, ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കഥ പ്ലാൻ ചെയ്ത് ഞാനും സിബി ഉദയനുമായിട്ട് ഇരുന്നൊരു കഥ പ്ലാൻ ചെയ്തു. അപ്പോഴും ഞാൻ ജയറാമിനടുത്താണ് എത്തുന്നത്. ജയറാമിനെ വെച്ച് ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ ജയറാമിൻ്റെ ഒരു ഷൂട്ടിംഗ് ഷൊർണൂർ നടക്കുന്ന സമയത്ത്, ഒറ്റപ്പാലം ഭാഗത്ത് നടക്കുന്ന സമയത്ത് ഞാനും രവി കൊട്ടാരക്കരയും ഉദയനും, സിബി ഉദയനിലെ ഉദയനും ഞങ്ങൾ ചേർന്നിട്ട് ജയറാമിൻ്റെ അടുത്ത് ചെല്ലുന്നു. ജയറാമിനെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ വരുന്നു എന്ന് പറഞ്ഞു. ആ ശരി വരാനും പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ജയറാം കണ്ട ശേഷം രവി കൊട്ടാരക്കര ആണ്. അപ്പോൾ എന്നോട് അടുത്ത് ചെന്നപ്പോൾ രവി കൊട്ടാരക്കരയാണോ പ്രൊഡ്യൂസർ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു. ആ ശരി ശരി എന്ന് പറഞ്ഞു ഇരുന്നിട്ട് പിന്നീട് ജയറാം ഉടനെ തന്നെ പറയുന്നു, നമുക്ക് ഇന്ന് കഥ കേൾക്കാൻ താല്പര്യമില്ല, എനിക്ക് വല്ലാതെ ഒരു ഫൈറ്റ് കഴിഞ്ഞിരിക്കുകയാണ്, ശരിയല്ല, നമുക്ക് വേറെ ദിവസം കേൾക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ
പ്രൊഡ്യൂസറോട് ഒരു വാക്ക് സംസാരിക്കുക പോലും ചെയ്യുന്നില്ല. അതിനു മുമ്പ് രാജസേനെ വെച്ചിട്ട് പ്രൊഡ്യൂസർ ആദ്യത്തെ കൺമണി എന്ന് പറഞ്ഞ സിനിമ സൂപ്പർ ഹിറ്റാക്കി നിൽക്കുന്ന ശേഷമുള്ള സിനിമ ആണ്. ഒന്നും സംസാരിക്കുന്നില്ല. ഞങ്ങൾ തിരിച്ച് എറണാകുളം വരുന്നു. എറണാകുളം വന്നിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദർ കൊട്ടാരക്കര സാറും അവിടെ എറണാകുളത്തുണ്ടായിരുന്നു. അന്ന് രാത്രി രാജസേനൻ എന്നെ വിളിക്കുന്നു. എന്നോട് വിളിച്ചിട്ട് പറയുന്നു, തുളസി ജയറാം വിളിച്ചിരുന്നു, ആ പ്രോജക്റ്റ് നടക്കില്ല എന്ന് ജയറാം പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? എന്താണെന്നറിയില്ല, നടക്കില്ല എന്ന് പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. എനിക്ക് വല്ലാതെ പ്രയാസം തോന്നി. പക്ഷേ രാജസേനൻ അത് ഏറ്റുപിടിക്കേണ്ട കാര്യമില്ലായിരുന്നു. സേനൻ അത് പറയാമായിരുന്നു, ജയറാമേ അത് നിങ്ങൾ തന്നെ നേരിട്ട് പറഞ്ഞാൽ എന്നല്ലേ നല്ലത്, ഞാൻ പറയേണ്ട കാര്യമുണ്ട്. പക്ഷെ സത്യത്തിൽ ഞാനാണെങ്കിൽ അങ്ങനെ പറയുള്ളൂ. കാരണം ജയറാമൻ എന്നോട് നേരിട്ട് പറയാമല്ലോ. ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ BTH ഹോട്ടലിലാണ് താമസിക്കുന്നത്, അവിടുത്തെ നമ്പർ അറിയാം, അവിടെ വിളിക്കും. അല്ലെങ്കിൽ വേറെ ആളിനെ വിട്ട് പറയാം. സേനെ വിട്ട് പറഞ്ഞത് എനിക്ക് വലിയ പ്രയാസം തോന്നി. രാവിലെ ഞാൻ ജയറാം താമസിക്കുന്ന ഡയാന ഹോട്ടലിൽ വടക്കഞ്ചേരിയിൽ വിളിച്ച് 2 പ്രാവശ്യം വിളിച്ചിട്ടാണ് പുള്ളി കിട്ടിയത്. സംസാരിച്ചു. ഞാൻ ചോദിച്ചത് ഇങ്ങനെ രാജസേനം വിളിച്ചത് എന്താണ് സാർ? അതുപോലെ നമുക്ക് വേറെ പിന്നെ ചെയ്യാം, പിന്നീട് ആലോചിക്കാം എന്ന് പറയുന്നു. കാരണങ്ങൾ പറയുന്നുമില്ല. അതിപ്പോൾ വേണ്ട, നടക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ശരി. ഞാൻ പറഞ്ഞാൽ അത് സേനോട് പറഞ്ഞത് ശരിയായില്ല, നിങ്ങൾക്ക് എന്നോട് പറയാമായിരുന്നു, അതായിരുന്നു ഒരു ആണത്വം, നിങ്ങൾ ചെയ്യേണ്ടത് അതായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ പ്രൊഡ്യൂസറോട് പറഞ്ഞു ജയറാമായിട്ടുള്ള ഇത് നടക്കില്ല. അങ്ങനെ ആ പ്രൊഡ്യൂസറൊക്കെ വാശിയായി. പ്രൊഡ്യൂസർ പറഞ്ഞ് എനിക്ക് ഈ ഡേറ്റിൽ ഉടനെ ഒരു സിനിമ തുളസിദാസ് ചെയ്തു തരണം. ആര് ആർട്ടിസ്റ്റ് എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല, നിങ്ങൾ പുതിയ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നോ, എനിക്ക് പ്രശ്നമില്ല. ഞാൻ നിങ്ങൾക്ക് അഡ്വാൻസ് തന്നേക്കണത് ഇന്നാര ജയറാമിനെ വെച്ച് പടം ചെയ്യാമെന്ന് പറഞ്ഞല്ല, നിങ്ങളെനിക്കൊരു സിനിമ ഇപ്പോൾ ഉടനെ ചെയ്യണം. ഞാൻ ഈ സിനിമയുടെ തീരുമാനം അറിഞ്ഞിട്ട് ഈ ഹോട്ടലിലോട്ട് പോകണമെന്നുള്ളൂ. അദ്ദേഹം തമിഴിലെ MGR വരയ്ക്കും ആയിട്ട് കൂടെ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകളാണ്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൊരു പ്രൊഡ്യൂസറാണ് തമിഴിൽ. അത്രയും വലിയൊരു എഴുത്തുകാരനും കൂടെയൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് വാശിയായി. അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഒരു സിനിമ, ഒരു കഥ. അമൃത മോഹൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു സിനിമ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് സമീപിച്ചിരുന്ന ഒരു കഥയുണ്ടായിരുന്നു. അത് ഇങ്ങോട്ട് മാറ്റുകയും അദ്ദേഹം ഡിസ്ട്രിബ്യൂഷൻ എടുക്കാമെന്ന് പറയുകയും CB ഉദയനെ വിളിച്ചിട്ട് ഉദയൻ CBയെയും വിളിച്ച് നമ്മളിത് തീരുമാനിക്കുന്നു, ഇത് നമ്മൾ തീരുമാനിക്കുന്നു. ഒരു ദിവസം കൊണ്ടുണ്ടായ സിനിമയാണ് ദോസ്ത് എന്ന് പറയുന്നത്. അന്ന് രാവിലെ നമ്മളിത് തീരുമാനിക്കുന്നു, ഈ സിനിമ ഇങ്ങനെ ഒരു കഥ ഇങ്ങനെ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ചർച്ചയിൽ വന്നു ആര് ചെയ്യും, ദിലീപും ബിജു മേനോനെയും വെച്ച് ചെയ്യാം എന്നാലോചിക്കുന്നു. അങ്ങനെ ദിലീപിൻ്റെ വീട്ടിൽ പോകുന്നു. മഞ്ജു ഉണ്ടായിരുന്നു, മഞ്ജു ചായ കൊണ്ട് തന്നു. വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ എഴുതിയിട്ട് ദിലീപ് ഈ കഥയുടെ ഇത് കേട്ടപ്പോൾ ഈ കഥാപാത്രം ഞാൻ ചെയ്യാമെന്ന് പറയുന്നു. അതായത് മെയിൻ ചോക്ലേറ്റ് ബോയ് അല്ലാതെ പ്രേമവും ഇതൊക്കെ ഉള്ള ഇത് വേണ്ട, മറ്റേ ക്യാരക്ടർ ഞാൻ ചെയ്യാം. അപ്പോൾ മറ്റത് ആര് ചെയ്യുമെന്നുള്ള ചർച്ച വന്നപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ചാക്കോ ബോബൻ ചെയ്താൽ കൊള്ളാം. പക്ഷേ കുഞ്ചാക്കോ ബോബൻ നിങ്ങൾ തമ്മിൽ ഏതോ ഒരു പടത്തിൽ പ്ലാൻ ചെയ്തിട്ട് രാജസേൻ്റെ ഒരു പടത്തിൽ പ്ലാൻ ചെയ്തിട്ട് നടന്നില്ല. ഞാൻ പറഞ്ഞു നമുക്ക് പോയി സംസാരിക്കാമെന്ന് പറയും. അങ്ങനെയാണ് ദിലീപ് പറഞ്ഞു ഞാൻ ഇതിന് എപ്പോഴും റെഡി എന്ന് പറയുന്നു. ഞങ്ങൾ അവിടെ കുഞ്ചാക്കോ ബോബൻ അവിടുന്ന് തന്നെ നേരെ ആലപ്പുഴ പോകുന്നു. അവിടെ പോയി സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫാദറോട് അമ്മയോട് ഒക്കെ സംസാരിച്ച് ഞാൻ അങ്ങ് സംസാരിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് കുഞ്ചാക്കോ ബോബനെ ആ പടത്തിൽ ഇട്ടത്. കാരണം എന്ന് പറഞ്ഞാൽ അവരൊരിടത്തും സമ്മതിക്കുന്നില്ല. അവർ പറയുന്നത് അത് ആർക്കാണ് വലിയ റോള്, ആർക്കാണ് റോള്, ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. നസീർ സാറും സത്യമാഷുമായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ജയനും സോമേട്ടനുമായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇതിങ്ങനെ മമ്മൂട്ടി മോഹൻലാലോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പറഞ്ഞ് അവസാനം സമ്മതിച്ച് അഡ്വാൻസ് കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു ഇന്ന് വൈകുന്നേരം എറണാകുളത്ത് എത്തണം, എനിക്കൊരു ഫോട്ടോ എടുക്കണം. ദിലീപിനോട് വരാൻ പറഞ്ഞു. ദിലീപ് പറഞ്ഞു എനിക്കൊരു കുറ്റി താടി വേണമല്ലോ, അപ്പോൾ അതില്ല, അത്ര ആയില്ല. ഞാൻ പറഞ്ഞു സാരില്ല, ഇപ്പോൾ ഉള്ള വരാൻ പറഞ്ഞു. അങ്ങനെ വരുത്തി ഒരു ഫോട്ടോ എടുത്ത് അന്ന് രാത്രി ഞങ്ങളിത് ഒരു കാർഡടിച്ചു എസ്റ്റാബ്ലിഷ് ചെയ്തു. കാരണം ഇത് മാറാതിരിക്കാൻ വേണ്ടി. അങ്ങനെയാണ് ദോസ്ത് ഉണ്ടാവുന്നത്. ആ ദോസ്ത് സൂപ്പർ ഹിറ്റായിരുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു സിനിമയാണ്. അതിലാണ് ജയസൂര്യ ആദ്യമായിട്ട് ഞാൻ അഭിനയിപ്പിക്കുന്നത്. ചെറിയ വേഷമാണെങ്കിലും ഒരു സിനിമയിൽ ആദ്യമായിട്ട് മുഖം കാണിക്കുന്നത് ചെറുതോ വലുതോ എന്നല്ല,
അതിൽ ഒരുവിധം ശ്രദ്ധിക്കുന്ന റോളായിരുന്നു ആ ശരി. അതെ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇൻസിഡൻസ് അതിന് ഉണ്ടായിട്ടുണ്ട്. ദോസ്ത് അന്നും ഹിറ്റാണ്, ഇന്നും ഹിറ്റാണ്. ഇനി മലയാളികൾ അത് എന്നൊക്കെ കാണോ അന്നൊക്കെ അത് ഹിറ്റാണ്. അപ്പോൾ ഈ ഞാനിപ്പോൾ ദോസ്തിൽ നിന്ന് നേരെ പോകുന്ന പ്രണയമണി തൂവലിലേക്കാണ്. ഇപ്പോൾ ജയ്സോയുടെ കാര്യം പറഞ്ഞപ്പോൾ പ്രണയമണി തൂവലിലെ കഥ സാറിൻ്റെയാണ്, സംവിധാനവും സാർ തന്നെയാണ്. ഞാൻ ഈ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ആ സിനിമയൊന്ന് ജസ്റ്റ് കാണുന്ന സമയത്ത് ആ സിനിമയുടെ അണിയറയിൽ പ്രവർത്തിച്ചവരുടെ ചില ആളുകളുടെ പേരിലൊക്കെ വെഞ്ഞാറമൂടുണ്ട്. വെഞ്ഞാറമൂട് ശശി, രതീഷ് വെഞ്ഞാറമൂട്, ശ്രീകുമാർ വെഞ്ഞാറമൂട്. അപ്പോൾ എൻ്റെ ഒരു സംശയം, സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് അലഞ്ഞ ആളാണ് സാർ. പക്ഷെ സാറിനെ തേടി ഒരു ആളുകൾ വന്ന സമയത്ത് ആരെയും കൈവിട്ടിട്ടില്ല. എനിക്കങ്ങനെ പ്രണയമണി തൂവൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് നടത്തിയപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഒരു സംവിധായകനായ സമയത്ത് ഒരുപാട് പേര് അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവാനും ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ എങ്ങനെയായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്? ഞാൻ മാക്സിമം വെഞ്ഞാറമൂട്ടിലുള്ള ഒരുപാട് പേരെ ഞാൻ അഭിനയിപ്പിച്ചിട്ടുണ്ട്. അതായത് ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിൽ പോലും ദോസ്തിൽ ഒരു പോലീസുകാരനുണ്ട്, ശശി ആലിന്തറ ശശി എന്നൊക്കെ പറഞ്ഞ വെഞ്ഞാറമൂട്. പിന്നെ അതിലൊരു ആർട്ട് ഡയറക്ടറുണ്ട് വെഞ്ഞാറമൂട് ശശി. എൻ്റെ മിക്ക സിനിമകളിലും തുടക്കം മുതൽ ഞാൻ പുള്ളിയെ ഒരുപാട് സിനിമകളിൽ അഭിനയിപ്പിച്ചിട്ടുണ്ട്, വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അനിൽ ഗോപിനാഥ് വെഞ്ഞാറമൂട്, ശ്രീകണ്ഠൻ വെഞ്ഞാറമൂട്, ശ്രീകുമാർ വെഞ്ഞാറമൂട്, അവരൊക്കെ പ്രദേശമാണ്. അവരെല്ലാവരും ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു സതീഷ്, രതീഷ്, അങ്ങനെ കുറേ ആൾക്കാർ വെഞ്ഞാറമൂട്ടിലുള്ളവർ, അവരൊക്കെ നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അവരൊക്കെ വരുമ്പോൾ ഒരു ചാൻസ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയും ഇതൊക്കെയാണ്. അങ്ങനെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൽ രക്ഷപ്പെട്ടു പോകുന്നവർ രക്ഷപ്പെട്ടു പോകും, അത്രേ ഉള്ളൂ. നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനേ പറ്റുള്ളൂ, അത്രേ ഉള്ളൂ. പ്രണയമണി തൂവലിൽ ഉള്ള സംഭവം, ജയസൂര്യ ദോസ്തിൽ ചെറിയ വേഷം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പ്രണയമണി തൂവൽ വന്നപ്പോഴത്തേക്ക് അതിന് മുമ്പ് ദോസ്തിൽ അഭിനയിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കലൂടി ന്യൂസൊക്കെ പുള്ളിയെ കാണുകയും അങ്ങനെയാണ് വിനയനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഒരു ഊമപ്പെണ്ണ് ഒരുപാട് പയ്യൻ അവനെ നായകനായിട്ട് അഭിനയിപ്പിച്ചത്. അത് ദിലീപും വിനയനുമായിട്ടൊരു പ്രശ്നം ഉണ്ടായി. ദിലീപ് പിണങ്ങി നിൽക്കുന്ന സമയം കൊണ്ടാണ് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് കഴിച്ചിട്ട് അവനും ബിസിയായി. അടുത്ത പ്രണയമണി തൂവലിലേക്ക് ചെല്ലുമ്പോൾ നായകനായിട്ട് അഭിനയിക്കാമെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ പുള്ളി ഉടനെ ട്രാക്ക് മാറി. ഇല്ല, ഞാൻ വേറെ തമിഴ് പടം വിനയൻ ചേട്ടൻ ചെയ്യുന്നു, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നായകനായതുകൊണ്ട് ഇപ്പോൾ ഉടനെ നായകനെ വേറെ പടത്തിൽ അഭിനയിക്കേണ്ടെന്ന് പറയുന്നു എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ പിന്നെ ഒരു ചെറിയ ക്യാരക്ടർ മാറ്റി ചെയ്യേണ്ടി വന്നു. ഞാൻ ആ പടം ഇപ്പോൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ സിദ്ധി സായിപ്പുള്ള അദ്ദേഹമാണ് പ്രൊഡ്യൂസർ. അദ്ദേഹം പറഞ്ഞ എല്ലാം എനിക്ക് ഉടനെ ഇപ്പോൾ ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന്. അങ്ങനെയാണ് വിനീത്, മറ്റേ പൂച്ചക്കെട്ടുള്ളൊരു വിനീത് ഉണ്ടല്ലോ, കാലിക്കട്ടുള്ള വിനീതിനെ നായകനാക്കിയിട്ട് അവന് ചെറിയ സെക്കൻഡ്. പിന്നെ കാവ്യായിരുന്നു ഈ പടത്തിന് അഡ്വാൻസ് കൊടുത്തിരുന്നത്. കാവ്യയ്ക്ക് ഒരു സിനിമ കഴിഞ്ഞ് വരാൻ ലേറ്റായി, ലാൽ ജോസിൻ്റെ കണ്ട ഒരു സിനിമ കഴിഞ്ഞ് വരാൻ ലേറ്റായി. അപ്പോൾ അതും പ്രശ്നമായി. അപ്പോൾ പെട്ടെന്ന് ഒരു പുതിയ നായിക കണ്ടെത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പുതിയ 2 ദിവസം കൊണ്ട് തീരുമാനിച്ച ഒരു നായിക കണ്ടെത്തണമെന്ന്. ഷൂട്ടിങ്ങിൻ്റെ തലേ ദിവസമാണ് ഒരു നായികയെ കണ്ടെത്തിയതും. തൃശ്ശൂരുള്ള പെണ്ണ് ഗോപിക വന്നതും ഒരാൾ ഇങ്ങനെ പറഞ്ഞ് കൊണ്ടുവന്നതാണ്. കണ്ടു, ഗേളി എന്നായിരുന്നു പേര്, ഞാനാണ് ഗോപിക എന്ന് പേരിട്ടത്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഉണ്ടായ ഒരു സിനിമയാണ് പ്രണയമണി തൂവൽ. അത് ഈ പറഞ്ഞ കണക്ക് ഒരു നല്ലൊരു കഥയുണ്ടായിരുന്നു. കലൂടി ന്യൂസാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. ഒരു വിജയ സിനിമയായിട്ട് എനിക്ക് മാറ്റാൻ സാധിച്ചില്ല. അതിനുശേഷം ഗോപിക പേര് ഞാൻ കൊടുത്തു. അത് ഗോപിക പിന്നെ തിരക്കുള്ള ഒരു നടിയായപ്പോൾ ഒരു വന്ന ഒരു സിറ്റുവേഷനിൽ ഗോപിക തുളസിദാസിൻ്റെ പേര് മറന്നുപോയി എന്നൊരു വേദിയിൽ ആദ്യമായിട്ട് ഏഷ്യാനെറ്റിൽ എന്തൊരു പ്രസൻറ്റേഷന് വേണ്ടി വിളിച്ച സമയത്ത്, അതിന് മുമ്പേ തമിഴിലൊരു പടം, ഇത് കഴിഞ്ഞിട്ട് തമിഴിലൊരു പടം, അത് ഞാനാണ് ചേരനെടുത്ത് റെക്കമെൻഡ് ചെയ്തത്. ചേരനെടുത്ത് ഞാൻ പ്രണയമണി തൂവലിൻ്റെ ഒരു സോങ് കാണിച്ചിട്ടാണ്, ചേരൻ്റെ മാനേജറെ കാണിച്ചിട്ടാണ് ഗോപിയെ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്തത്. അതൊക്കെ ഗോപിക്ക് അറിയാമെന്നുള്ള കാര്യം. അപ്പോൾ സ്റ്റേജിൽ കയറുമ്പോൾ ഗോപിക നമ്മുടെ ചേരനെക്കുറിച്ച്, പിന്നെ ജയരാജ്, അതിനുശേഷം എൻ്റെ പടം കഴിഞ്ഞിട്ടാണ് ജയരാജിൻ്റെ ഫോർത്ത് പേപ്പറിൽ അതിലും അതിൻ്റെ പേര് പറയുന്നു. അപ്പോൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വെള്ളിനക്ഷത്രത്തിലെ ഒരു റൈറ്റർ ചോദിച്ചു,
നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുളസി ദാസല്ലേ, ഗുരുവിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. അയ്യോ ഞാൻ ടെൻഷനിൽ മറന്നുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ ടെൻഷനിൽ അപ്പോൾ എന്നോട് വന്ന് അപ്പോൾ എനിക്ക് അവൻ ചണ്ടിയുടെ മകൻ്റെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു എറണാകുളത്ത്. ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഞാനും പോകണ്ടായിരുന്നു, പക്ഷേ ഷൂട്ടിംഗ് ആയിട്ട് പോയില്ല. കഴിഞ്ഞിട്ട് ഈ വെള്ളിനക്ഷത്രത്തിൽ അവർ വന്ന് എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഗോപി ഇങ്ങനെ പറഞ്ഞു, ടെൻഷൻ കൊണ്ട് സാറിൻ്റെ പേര് പറയാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞു ടെൻഷൻ കൊണ്ട് കിട്ടിയ പേര് പറയാൻ പറഞ്ഞെങ്കിൽ ഗുരുത്വം ഇല്ല എന്നുള്ള അതിന് പറയാനുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഇവരെഴുതി ഗോപിയയ്ക്ക് ഗുരുത്വമില്ലാത്ത എന്ന് സംവിധായകൻ പറയുന്നു. അങ്ങനെ പിന്നെ ഒരു ചർച്ചയായി, എന്നോട് സംസാരിക്കാറായി, ഇല്ലാതെയായി. പിന്നെ അതിനുശേഷം ഞങ്ങൾ യാതൊരു ബന്ധപ്പെട്ടില്ല. എനിക്ക് തോന്നുന്നു സാർ തൊടുന്നതൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ വിവാദങ്ങളും ആകാറുണ്ട്, പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വിവാദമാകാറുണ്ട്. ഒരു ജീവിത വഴി വിവാദമാകുന്നെങ്കിൽ പോലും അവരെല്ലാം രക്ഷപ്പെട്ടു പോകുന്നുണ്ടല്ലോ, അതൊരു സന്തോഷമല്ലേ. എല്ലാവരും രക്ഷപ്പെട്ടു പോകുന്നു. ഇപ്പം ഞാനൊരാളെ കൈപിടിച്ച് സിനിമയിലേക്ക് കൊണ്ടുവരുന്ന അവരൊക്കെ നല്ല പേരെടുത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അവർ എന്നെ തിരിഞ്ഞു നോക്കണമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഒരിക്കലും നമ്മളത് പ്രതീക്ഷിക്കുന്നതേ തെറ്റാണ്. കാരണം വെച്ചാൽ നമ്മളൊരാളെ സഹായിക്കുമ്പോൾ അവർക്ക് എനിക്ക് തിരിച്ചു തരും എന്നുള്ള പ്രതീക്ഷ വെച്ചാൽ അത് മണ്ടത്തരമാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല, പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എനിക്കൊരു ആത്മസംതൃപ്തിയുണ്ട്. ഞാൻ എൻ്റെ എന്നോട് എനിക്ക് പറയാമല്ലോ, എൻ്റെ മനസാക്ഷിയോട് എനിക്കെപ്പോഴും പറയാമല്ലോ, ഞാൻ കൊണ്ടുവന്ന പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്നതാണ് ജയസൂര്യ, ഞാൻ കൊണ്ടുവന്നതാണ് ദേവൻ, ഞാൻ കൊണ്ടുവന്ന മനോജ് കെ ജയന എന്ന് പറയാൻ 1001 രൂപ മനോജ് കെ ജയൻ്റെ അച്ഛനും മനോജ് കെ ജയൻ്റെ എൻ്റെ കാൽക്കൽ തൊട്ട് തൊഴുത് 1001 രൂപ വാങ്ങിയ ആളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ സിനിമയിൽ സംഭവിക്കുന്നത് എന്ന് വിചാരിച്ച് അവരൊക്കെ രക്ഷപ്പെട്ടതോ എന്നുള്ളതിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ആളാണ്. അങ്ങനെ ഒന്ന് കൈ കൊടുത്ത ആളുകളൊക്കെ ഇപ്പോൾ വലിയ നിലയിൽ നായികയും നായകനുമൊക്കെ ആയി തിളങ്ങി നിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ സാർ പറയുകയുണ്ടായി, മോഹൻലാലിനെ വെച്ചൊരു സിനിമ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടായി എന്ന് പറയുകയുണ്ടായി. ഇപ്പം മിസ്റ്റർ ബ്രഹ്മചാരി ആണെങ്കിലും ഈ വലിയ വലിയ ബജറ്റ് സിനിമകൾ ചെയ്യുന്ന സമയത്താണ് മിസ്റ്റർ ബ്രഹ്മചാരിയിലേക്ക് മോഹൻലാലിനെ കൊണ്ടുവരുന്നത്. അതും ഈ ഒരു കഥ പറയുമ്പോഴേക്കും ഓക്കെ ചെയ്യാമെന്ന് തമ്പിയണ്ണൻ എന്ന ക്യാരക്ടർ കേട്ടപാടെ സമ്മതിക്കുകയാണ്. അപ്പോൾ ആ ഒരു അനുഭവങ്ങൾ എങ്ങനെയാണ്? അതീ പറഞ്ഞതൊക്കെ എപ്പോഴും മോഹൻലാലിനെയും മമ്മൂട്ടിയും വെച്ചിട്ട് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു സംവിധായകനും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല മലയാള സിനിമയിൽ. എല്ലാവരും ആഗ്രഹിച്ചെന്നല്ല ഞാനും ആഗ്രഹിച്ചു. അങ്ങനെ ഒരു സിനിമ എനിക്ക് വേണ്ടി കഥ പ്ലാൻ ചെയ്തു. ആ കഥയിൽ മോഹൻലാലിനെയും മമ്മൂട്ടിയും ഒരുമിച്ച് അഭിനയിപ്പിച്ചാലെന്ന് വരെ ആഗ്രഹിച്ചു. മമ്മൂക്കയോട് പോയി കഥ പറഞ്ഞു, ആയിരുന്നവൾ അനന്തനായി. അതവസാനം മുരളിച്ചേട്ടനും ആയിട്ട് ചെയ്തു. അതൊരു മോഹമായിരുന്നു എൻ്റെത്. കാരണം രണ്ടുപേരെയും വെച്ചൊരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ അത് നടക്കില്ലാത്ത പിന്നീട് എനിക്ക് തന്നെ തോന്നി. പക്ഷെ എന്നാലും മോഹൻലാലിനെ വെച്ചൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ ഒരു കഥ എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഇത് ചെയ്യാം എന്ന് വെച്ച് അപ്പോഴും ഞാൻ ജയറാമിനാണ് വിളിക്കുന്നത്. അന്ന് ഞാൻ മദ്രാസിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ജയറാമൻ ഞാൻ 2 ദിവസം മദ്രാസിലുണ്ട്, ജയറാമോട്ടെ പറയുകയാണെങ്കിൽ നമുക്കൊരു കഥ പറയാം, ഞാൻ ഇന്ന ഹോട്ടലുണ്ട് എന്ന് പറയും. വരാമെന്ന് പറഞ്ഞ് 2 ദിവസമായിട്ടും പുള്ളി വന്നു. തലേദിവസം വിളിച്ചിട്ട് രാത്രി വിളിച്ചിട്ടും പുള്ളി പാർവതി പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞ് പുറത്താണെന്ന് പറഞ്ഞു. എനിക്കത് ചുമ്മയാണെന്ന് തോന്നി. പുള്ളിക്ക് വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണെന്ന് മനസ്സിലായി, അത് കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. കാരണം ഒരു മടിയനാണ് ചില സമയത്ത് ജയറാം, അങ്ങനെയാണ്. അല്ല, ഒന്ന് ഇടയ്ക്ക് ചോദിക്കുകയാണ്, ഈ 3 സിനിമകളും ജയറാം ഇങ്ങനെ വേണ്ട അല്ലെങ്കിൽ പറ്റില്ല എന്ന് എന്തെങ്കിലും പ്രശ്നം, ജയറാമോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കറിയില്ല, അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. അതിനുശേഷം പിന്നെ മിന്നാമിനി അതിന് ഇടയിൽ മിന്നാമിനിട്ട് ചെയ്തു, പിന്നെ സൂര്യപുത്രൻ ചെയ്തു, അതൊക്കെ ചെയ്തല്ലോ. മിന്നാമിനിട്ട് ഒക്കെ സൂപ്പർ ഹിറ്റായ സിനിമയല്ലേ. പിന്നെ കിളിയിൽ ബമ്പർ സൂപ്പർ ഹിറ്റ് അല്ലേ ഇല്ലേ? അതൊന്നുമില്ല, അങ്ങനെ ഒരു ആ സമയത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ പുള്ളി ഒരു മടിയനായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. വരാമെന്ന് പറഞ്ഞ് വന്നില്ല എന്ന് പറയും. ചിലപ്പോൾ അത് പുള്ളിക്ക് ചെയ്യാം. അത് ജയറാം തന്നെ ഒരു വാക്കെന്നോട് പറഞ്ഞു, എനിക്കത് വിധിക്കാത്തതുകൊണ്ടാണ് അന്ന് വരാത്തതെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ ട്രിവാൻഡ്രത്തേക്ക് വന്ന് ജയറാമിനോട് കഥ പറയാൻ പറ്റിയില്ല എന്ന് ഞാൻ വൈഫിനോട് പറഞ്ഞു. അത് വൈഫ് വെച്ചപ്പോൾ ഞാൻ ടിഫിൻ കഴിച്ചുകൊണ്ടിരുന്ന പക്ഷേ എന്തെന്ന് കഥ അത് എന്ന് ചോദിച്ചു. ഞാൻ ചെറിയ ത്രെഡ്, ഞാൻ എല്ലാ കഥയൊന്നും പറയാറില്ല, ചില ഇത് മാത്രമേ ത്രെഡിങ്ങനെ പറയാറ്. ഞാൻ ഈ ത്രെഡിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് വൈഫ് പറഞ്ഞു, ഈ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു, ഇത് മോഹൻലാൽ ഏതാ നന്നായിരിക്കുന്നത്. ഇത് മോഹൻലാൽ ചെറിയൊരു കഥയല്ലേ, ഒരു
നാടൻ കഥ. ഇത് മോഹൻലാൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത്ര അതിഗംഭീരമായ കഥാപാത്രങ്ങൾ, ആക്ഷൻ അങ്ങനെയൊക്കെയുള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമല്ലേ. നമ്മൾ ഈ ചെറിയ കഥയും കൊണ്ട് ചെയ്യുന്ന കഴിഞ്ഞാൽ മോഹൻലാൽ സമ്മതിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഇല്ലല്ല, മോഹൻലാൽ ഇത് നന്നാവും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മമ്മൂട്ടിയും മോഹൻലാലും ചെയ്താലും നന്നാവും എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്ന്. ഇങ്ങനെ വൈഫ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വൈഫിനോട് പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ സത്യത്തിൽ അത് കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് ആലോചിച്ചിട്ട്, അപ്പോൾ എൻ്റെ മോഹൻലാലിനെ പറ്റിയ വേറൊരു കഥ എൻ്റെ ഉണ്ട്. ഒരുപക്ഷെ ഇത് കേട്ടില്ലെങ്കിൽ അത് പറയാം എന്നുള്ള ഇതിൽ അങ്ങനെ ഞാൻ മോഹൻലാലിനെ വിളിച്ചു. അപ്പോൾ ലാലേട്ടനെ വിളിച്ചപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഞാൻ ട്രിവാൻഡ്രത്തുണ്ട്, ടെക്നോ പാർക്കിൽ ഷൂട്ട് നടക്കുന്നു ഷാജി കൈലാസിൻ്റെ, വന്നാൽ കാണാം. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരു സെറ്റപ്പ് കണ്ടപ്പോൾ ഞാനീ കൊണ്ടുപോയ കഥയൊന്നും ശരിയല്ല എന്നെനിക്ക് തോന്നി. കാരണം അത്ര അതിഗംഭീരമായ ഒരു സെറ്റപ്പിലാണ് ഷൂട്ട് നടക്കുന്നത്, ആക്ഷനും അതും. ഞാൻ വന്ന വേറെ കഥയുണ്ട്, അച്ഛനും മകനും തമ്മിലുള്ള ഒരു തിലഞ്ചേട്ടനെ ലാലേട്ടനെ വെച്ചിട്ട് ഒരു സംഭവം ചെയ്യാമെന്ന് വെച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്നൊരു ആക്ഷൻ കഥയുണ്ട്, അത് പറയാമെന്ന് വെച്ചു. അങ്ങനെ ലാലേട്ടനെ ഞാൻ വന്നെന്ന് പറയുമ്പോൾ അകത്തേക്ക് വിളിച്ചു. ഞങ്ങൾ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മുടെ ഒരു സബ്ജക്റ്റ് പറയാമെന്ന് വെച്ചൊരു പ്രോജക്റ്റിനെ കുറിച്ച്. ശരി എന്ന് പറഞ്ഞു പറയാൻ പറഞ്ഞു. ഞാൻ ആ കഥ ആദ്യം പറഞ്ഞങ്ങോട്ട് തുടങ്ങിയപ്പോൾ ലാലേട്ടനോട് പറഞ്ഞു, തുളസി, ഞാൻ തുളസിയുടെ പടങ്ങളൊക്കെ കാണുന്ന എനിക്ക് മനസ്സിലാകുന്ന ഇതാണ്, നല്ല ഹ്യൂമറും ഫാമിലിയും ഒക്കെ ഉള്ള സിനിമകളൊക്കെ. തുളസിയുടെ സ്റ്റൈലിലുള്ളൊരു സിനിമയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. തുളസി വരുന്നുവെന്ന് കണ്ടപ്പോൾ ഞാൻ അത്തരം സിനിമകളാണ് പ്രതീക്ഷിച്ചത്. അല്ലാതെ ഒരു ഈ ആക്ഷനും അതും ഇതുമൊക്കെ ഗംഭീരമായിട്ട് സിനിമ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട്, അത് വേണ്ട എന്ന് പറയും. ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചെറിയ നാടൻ കഥയുണ്ട്, ചെറിയ കഥയാണ്, ഫുൾ കഥയായിട്ടില്ല, ഒരു കഥാപാത്രവും കുറച്ചൊരു സംഭവങ്ങളെ ആയിട്ടുണ്ട്, ബാക്കി ഞാൻ ഡെവലപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അതൊന്ന് പറയാൻ പറഞ്ഞു. ഞാൻ സത്യത്തിൽ മടിച്ച് ആ കഥാപാത്രം എന്ന് പറഞ്ഞു. ഇതാണ് കഥാപാത്രം, തമ്പിയണ്ണെന്ന് എല്ലാവരും വിളിച്ചു വന്ന കഥാപാത്രം, ഒരു ആർക്കും വേണ്ടി എടുത്ത് ചാടുന്ന ഒരു കഥാപാത്രം, അങ്ങനെയൊക്കെയുള്ള പറഞ്ഞു. സ്ത്രീകളോട് താല്പര്യമില്ല, കല്യാണമേ വേണ്ടാന്ന് തീരുമാനിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഇത് കൊള്ളാം, ഇത് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. നമ്മൾ ഇത് ഫുൾ കഥയായിട്ടില്ല, കഥ ഞാൻ വർക്ക് ചെയ്തോളാം, താല്പര്യമുണ്ടെങ്കിൽ കഥാപാത്രം ഇത് കൊള്ളാം എന്ന് പറയുകയും ആൻ്റണി അപ്പോൾ കയറി വന്നു. ആൻ്റണിയോടും പറഞ്ഞു തുളസി ഒരു കഥ പറഞ്ഞു കേട്ട് നോക്കാൻ പോയി. പുള്ളിയോട് ഞാൻ 2 ലൈനിൽ പറഞ്ഞു. ലാലേട്ടൻ ഷോട്ടിന് വേണ്ടി പുറത്തു പോയി. ഞാൻ അതും പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ചിപ്പി രഞ്ജിത്ത് ഉണ്ടല്ലോ, രഞ്ജിത്ത് എനിക്ക് ഷേക്കേണ്ടിയിരുന്നു, ഷാജി കൈലാസ് ഷേക്കേണ്ടിയിരുന്നു, മോഹൻലാൽ ലാലേട്ടൻ പറഞ്ഞു കഥ ഓക്കെ ആയി, ഡേറ്റ് ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ആ സിനിമ നടക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്കിതൊരു ചെറിയ ബഡ്ജറ്റിൽ ഒരുപാട് ബഹളമില്ലാതെ കാരണം ഞാൻ ഒരുപാട് ബഡ്ജറ്റ് കൂട്ടി പടങ്ങൾ ചെയ്ത് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുള്ള ഒരു റൂമർ അവിടെ ആ സമയത്ത് പത്രങ്ങളിലുണ്ടായിരുന്നു. അതൊന്നും മാറ്റി പിടിക്കണം, നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ ചെയ്യാം. അത് അങ്ങനെയാണ് ഞാൻ തെങ്കാശിയിൽ ഷൂട്ടിങ് വെച്ചത്, അങ്ങനത്തെ ഉള്ള സ്ഥലം. പിന്നെ ചെറിയ രീതിയിലുള്ള ഒരു രീതിയിലാണ് ആ സിനിമ ഷൂട്ടിങ്. ഇത്ര ബഡ്ജറ്റ്, കൂടുതൽ ബഡ്ജറ്റ് പോരുന്നത്. അത് 1.5 കോടി രൂപയിലാണ് ഞാൻ എപ്പോഴും ആ സിനിമ പോയിട്ടില്ല. ലാലേട്ടൻ വാങ്ങിച്ചത് 50 ലക്ഷത്തിനകത്താണ് വാങ്ങിച്ചത്, മനസ്സിലായില്ലേ? അത്ര ബഡ്ജറ്റ് കുറച്ച് ചെയ്ത ഒരു സിനിമയായിരുന്നു. പക്ഷേ ആ സിനിമ എനിക്കൊരു നല്ലൊരു റെസ്പോൺസ് ഉണ്ടാക്കി തന്നു. ലാലേട്ടനും ആ സമയത്ത് പല സിനിമകളിലും അറിയാം അങ്ങനെ ഒരു ബഹളത്തിൽ നിന്നൊരു സിനിമയിൽ നിന്ന് ഒരു സാധാരണ ചെറിയ സിനിമകളിലേക്ക് മാറി വീണ്ടും സാധാരണക്കാരുടെ സിനിമയിലേക്ക് വന്നു എന്നുള്ളൊരു എല്ലാവരുടെയും പത്രങ്ങളിലും അതിലൊക്കെ എഴുതി വന്നു. പക്ഷെ അവരൊക്കെ ഇപ്പോഴും മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാവരും ആ സമയത്ത് അങ്ങനെ പറഞ്ഞു. അതിനുശേഷം ആ സെറ്റിലാണ് ബാലേട്ടൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കഥ പറയാൻ വേണ്ടി മണിസാറി അരോമണിയായിരുന്നു എൻ്റെ പടത്തിൻ്റെ പ്രൊഡ്യൂസർ. അദ്ദേഹം വിനുവിനെ വിളിച്ചുകൊണ്ട് വന്നത്, അവിടെ വെച്ചിരുന്ന ആ കഥ ഓക്കെ ആക്കി. പിന്നെ ആ ടൈപ്പിൽ കുറച്ച് സിനിമകൾ ലാലേട്ടൻ ചെയ്തു. ഇപ്പോൾ ഒരു സിനിമയുടെ നട്ടല് അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് ഒരു ജീവൻ കൊടുക്കുന്ന സംവിധായകനാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഈ 2 കാലഘട്ടങ്ങളും തമ്മിൽ എങ്ങനെ വിലയിരുത്തുന്നു? അത് സത്യത്തിൽ അന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ ആർട്ടിസ്റ്റിനടുത്തും ഫുൾ കഥ വായിച്ച് കേൾപ്പിച്ചല്ല സിനിമ ചെയ്യുന്നത്. നമ്മൾ ഒരു സംവിധായകനെ ആർട്ടിസ്റ്റ് ഒരു പരിധി വരയ്ക്കും വിശ്വസിക്കും. പക്ഷെ പിന്നീട് ആയപ്പോഴത്തേക്ക് കഥ മാറി, ഫുൾ സ്ക്രിപ്റ്റ് കേൾക്കണം, അങ്ങനെ ആ അവസ്ഥയിലേക്ക് സിനിമ വന്നു. ആർട്ടിസ്റ്റുകൾ തീരുമാനിച്ചു തുടങ്ങി. അത് ഉണ്ടായത് തന്നെ സംഘടനയിൽ ഒരു പ്രശ്നമുണ്ടായ ശേഷമാണ് ഈ ആർട്ടിസ്റ്റുകൾക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടിയത്. അത് നമ്മുടെ ഇടയിലുള്ള പ്രൊഡ്യൂസേഴ്സും ടെക്നീഷ്യന്മാരും ചിലരൊക്കെ എൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ തന്നെ
ആർട്ടിസ്റ്റിനെ സപ്പോർട്ട് ചെയ്ത് നിന്നപ്പോഴാണ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്. അപ്പോൾ ആർട്ടിസ്റ്റുകൾ തീരുമാനിച്ചു, ഇനി ഞങ്ങൾ തീരുമാനിക്കുന്നത് മതി, ഞങ്ങൾ തീരുമാനിക്കുന്ന സംവിധായകൻ മതി, ഞങ്ങൾ തീരുമാനിക്കുന്ന നിർമ്മാതാവ് മതി, ഞങ്ങൾ തീരുമാനിക്കുന്നവർ കൂടെ അഭിനയിച്ചു. അങ്ങനെ ഒരു ചിന്തയിലേക്ക് സിനിമ മാറി വന്നു. അത് വരുത്തി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ വരുത്തി. അപ്പോൾ എന്ന് വെച്ചാൽ സംവിധായകൻ്റെ റോള് കുറഞ്ഞു, സംവിധായകൻ്റെ വിശ്വാസം കുറഞ്ഞു. മറ്റേ സംവിധായകനെ വിശ്വസിച്ചിരുന്നു. ഇപ്പം ലാലേട്ടൻ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. ലാലേട്ടനെ വെച്ച് 2 പടം ചെയ്തു, കോളേജ് കുമാരൻ ചെയ്യുമ്പോൾ എനിക്കറിയാം, നമ്മൾ കഥ കേട്ട് പൂർണ്ണമായിട്ട് കഥ കേട്ട് അതെല്ലാം എൻ്റെ സംശയങ്ങളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ ലൊക്കേഷനിൽ പുള്ളി ഒരു സംവിധായകനെയും മൂഡൗട്ടാക്കില്ല, അവിടെ കൺഫ്യൂഷൻ ആക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള ഒരു ഇതുമില്ല. അപ്പോൾ ലാലേട്ടൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ കേട്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ സെറ്റിൽ വന്നിട്ട് കൺഫ്യൂഷൻ ആക്കില്ല. പിന്നെ ഡയറക്ടറാണ് ചെയ്യേണ്ടത്. ഡയറക്ടർ തീരുമാനത്തിനനുസരിച്ച് നമ്മൾ നിന്ന് കൊടുക്കുന്നത്. അതൊരു വലിയ നല്ല ഉപദേശവും നല്ല ക്വാളിറ്റിയാണ് ലാലേട്ടൻ ചെയ്തത്. അവിടെ സെറ്റിൽ ഭയങ്കര ക്വാളിറ്റിയാണ് ലാലേട്ടൻ ചെയ്യുന്നത്. അത് ചിലർക്ക് ഇല്ലാത്തതാണ്. അപ്പോൾ അങ്ങനെ പെരുമാറുന്നവരുമുണ്ട്. അപ്പോൾ ഇത് വന്നപ്പോഴെന്താ സംഭവിച്ചത്? അതുകൊണ്ടാണ് ഇപ്പോൾ പല സംവിധായകർക്കും വർക്കില്ലാതെ വെറുതെ ഇരിക്കേണ്ടി വരുന്നത്. അവർക്ക് അവരുടെ കഴിവ് നഷ്ടപ്പെട്ടിട്ടല്ല, ക്വാളിറ്റി നഷ്ടപ്പെട്ടിട്ടല്ല. അവർക്ക് ഇപ്പോഴത്തെ രീതിയിലും എപ്പോഴത്തെ രീതിയിലും ചെയ്യാൻ കഴിവുള്ള സംവിധായകർ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതെ, കോൺഫിഡൻസ് ഉള്ള സംവിധായകർ തന്നെയാണ്. പക്ഷേ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് അവരെ ബഹുമാനിക്കാനോ അവരുടെ ഒരു കഥ കേൾക്കാനോ താല്പര്യം ഇല്ലാതായിരിക്കുന്നു. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മളൊരു കഥ പറയാമെന്ന് വിളിക്കുമ്പോൾ തന്നെ അവരത്, ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരും 2, 3 മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ പോലും ആരും ഡയറക്റ്റായിട്ട് ഫോൺ എടുക്കില്ല. അതിനൊരു മാനേജർ, വേറൊരു മാനേജർ, അവരെ കോൺടാക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് മെനക്കെട്ട് പോകാൻ സാധിക്കാതെ വരുമ്പോഴാണ് നമുക്ക് പലർക്കും പടം ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നത്. പിന്നെ പ്രൊഡ്യൂസേഴ്സിനും ഉള്ള ക്വാളിറ്റിയുള്ള എന്ന് പറഞ്ഞാൽ അത്രയും ഷാണായിട്ട് പറയാൻ പറ്റുന്ന പ്രൊഡ്യൂസേഴ്സ് അല്ല ഇപ്പോൾ വരുന്നത്. പുതിയ പ്രൊഡ്യൂസേഴ്സാണ്. അവരെന്ത് പറഞ്ഞാൽ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഉണ്ടെങ്കിൽ സിനിമ ചെയ്യാം, നിങ്ങൾ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റും വാങ്ങിച്ചുകൊണ്ട് പോകാം, എന്നാൽ സിനിമ ചെയ്യാം. അല്ലാതെ മുമ്പ് അങ്ങനെയല്ലല്ലോ. ഒരു ആർട്ടിസ്റ്റും ഒരു ഡയറക്ടറും പ്രൊഡ്യൂസറും കൂടെ ചേർന്നിട്ട് ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് വാങ്ങി പടം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു കഥ തീരുമാനിച്ചു, ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കഥ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്വാളിറ്റിയൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ സിനിമകൾ ധാരാളം ഇറങ്ങുന്നുണ്ട്. പണ്ടൊക്കെ മുമ്പൊക്കെ ഉള്ള സമയം എന്ന് പറഞ്ഞാൽ 60, 70, 80 സിനിമകൾ ഇറങ്ങിക്കൊണ്ട സമയത്ത് ഇപ്പം 100, 200 മേലെ സിനിമകൾ ഒരു വർഷം ഇറങ്ങുകയാണ്. എത്ര സിനിമകൾ ആഴ്ചയിൽ വന്നു പോകുന്നു, എത്ര ദിവസം തിയേറ്ററിൽ നിൽക്കുന്നു, ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. OTT എന്ന് പറഞ്ഞിട്ട് കുറേ ബിസിനസ് പറഞ്ഞാൽ അതും ഇപ്പോൾ ഡള്ളായിരിക്കും. മൊത്തത്തിൽ സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നല്ല സിനിമകൾ കാണുന്നുണ്ട്. പക്ഷെ എന്നാലും അതിൻ്റെ പിറകെ നല്ല സിനിമകൾക്ക് പോലും കൂടുതൽ ദിവസങ്ങൾ റൺ ചെയ്യാനുള്ള തിയേറ്ററിൽ ഗ്യാപ്പില്ല. ഇമ്മീഡിയറ്റ് അടുത്ത സിനിമ വന്നുകൊണ്ടിരിക്കും. ഇതാണ് ഇപ്പോൾ ഒരു അവസ്ഥ. അപ്പോൾ സിനിമയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നല്ല വശം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഭാഗ്യമുള്ള നല്ല വശം കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ വരുന്ന സിനിമകൾ ധാരാളം ചെയ്യുന്നു. ഓരോ സിനിമയ്ക്കും ഓരോ പുതിയ സംവിധായകരാണ്, ഓരോ നിർമ്മാതാക്കളാണ്. അതാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. സാറിനോട് ചോദിക്കാനാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. കാരണം ഈ ഒരു പ്രായത്തിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങൾ സിനിമയിൽ അനുഭവമുള്ളത് കൊണ്ടായിരിക്കും ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. മലയാള സിനിമയെ മാറ്റിമറിച്ച അത് മാക്ട പിളർന്ന് ഫെഫ്ക ഉണ്ടാകാനുള്ള കാരണം ഒക്കെ ഉള്ള ഒരാളാണ് ഇരിക്കുന്നത്. പക്ഷെ ഞാൻ വിവാദങ്ങളൊന്നും ചോദിക്കുന്നില്ല. ഞാൻ സാറിൻ്റെ സിനിമാ ജീവിതത്തിലോട് മാത്രമേ കടന്നിട്ടുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വിവാദങ്ങൾ ചോദിച്ച് വിഷമിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അവസാനമായി ഒന്ന് ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂവിനായി എനിക്ക് തോന്നുന്നു 10ഓളം കോളുകൾ ചെയ്തിട്ടുണ്ട്. സാർ അത്ര തിരക്കുകളാണ്. അപ്പോൾ മലയാള സിനിമയെ അല്ലെങ്കിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ തക്ക ഏതെങ്കിലും സിനിമയുടെ പണിപ്പുരയിലാണോ? ഞാൻ ഈ പറഞ്ഞ പോലെ 10ഓളം കോളുകൾ ചെയ്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് തീർച്ചയായിട്ടും ഞാൻ അത് ഉപേക്ഷിച്ചതല്ല. വീണ്ടും ഞാൻ അത് അറ്റൻഡ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ആ വിളിച്ച സമയത്തൊക്കെ ഞാൻ വേറൊരു പടത്തിൻ്റെ ഒരു ഡിസ്കഷനിലാണിപ്പോൾ. ഞാനൊരു നല്ലൊരു സ്ക്രിപ്റ്റ് പുതിയൊരു റൈറ്റർ രാജേഷ് എന്ന് പറയുന്ന ദേശാഭിമാനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു രാജേഷ് എന്ന പുതിയൊരു റൈറ്റർ എഴുതുന്ന ഒരു സ്ക്രിപ്റ്റിലാണ്. വളരെ മനോഹരമായ സ്ക്രിപ്റ്റാണ്. എനിക്ക് വളരെ ഒരു മാറ്റം, അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു സിനിമ എന്നുള്ള ഒരു മാറ്റത്തിനുള്ള ഒരു സ്ക്രിപ്റ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. സ്ക്രിപ്റ്റ് ഏകദേശം പൂർത്തിയായി. ആർട്ടിസ്റ്റുകളുടെ ചർച്ചയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു.
അത് ഈ വർഷം തന്നെ സിനിമ എന്തായാലും ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പറയാൻ പറ്റില്ല, സിനിമയുടെ കാര്യമാണ്. അപ്പോൾ എന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ മറ്റ് ടെക്നീഷ്യന്മാരോ പ്രൊഡ്യൂസറോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നടക്കാതെ പോകും. എന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ സമീപിക്കുമ്പോൾ അവർ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷം ഒരു സിനിമ, നല്ല സിനിമ പ്രതീക്ഷിക്കാം. അതുപോലെ ഒരു തമിഴിലും ഒരു സിനിമ പ്രതീക്ഷിക്കാം. ഞാൻ തമിഴിൽ 2 സിനിമ ചെയ്തിട്ടുള്ളതാണ്. ഒരു സിനിമയുടെ ചർച്ചയും തമിഴിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്ര. കാരണം ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളിൽ കൂടെ കടന്നു വന്ന അനുഭവത്തിന് എൻ്റെ പ്രായത്തിനേക്കാൾ കൂടുതൽ പ്രായമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ പിടിച്ചു നിന്നത് ക്ഷമ എന്ന് പറഞ്ഞ വാക്കിനാണ്. ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. അപ്പോൾ ഇതുവരെ കടന്നു വന്നിട്ടുള്ള ഇതെല്ലാം ഓർത്ത് നോക്കുമ്പോൾ സന്തോഷം തന്നെയാണ്, കുടുംബത്തിൽ സന്തോഷം തന്നെയാണ്. ഏതായാലും ഇതാണ് തുളസീദാസ്. ഈ പറഞ്ഞ പോലെ തുളസീദാസ് എന്ന മനുഷ്യൻ ഒരുപാട് തിക്ത അനുഭവങ്ങൾ, പ്രായത്തെക്കാൾ പറയുകയാണെങ്കിൽ ഒരുപാട് അത്തരം അനുഭവങ്ങളുള്ള ആളാണ്. നമ്മൾ കാണുന്ന സിനിമ, നമ്മൾ ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ അത്ഭുതത്തോടെ കാണുന്ന ഓരോ സിനിമയ്ക്ക് പിന്നിലും ഇത്തരം അനുഭവങ്ങൾ ഓരോ ആൾക്കാർക്കും ഉണ്ടാകും. ഇന്നത്തെ കുട്ടികൾ സംവിധായകനാകണം അല്ലെങ്കിൽ അഭിനേതാവാകണം അങ്ങനെ മോഹവുമായി ഇറങ്ങുകയാണ്. അവർക്ക് കഷ്ടപ്പാടുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും അവർക്ക് പറ്റില്ല. പക്ഷേ അവരെല്ലാം അറിയേണ്ട ഒരു കാര്യമുണ്ട്, വെറുതെ ഒന്നും ഒരു സംവിധായകനാകാനാകില്ല. അല്ലെങ്കിൽ ഇത്തരം അനുഭവങ്ങൾ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ അതിൻ്റെ പുറകെ ഒരുപാട് അധ്വാനം ചെയ്താലേ മതിയാവുകയുള്ളൂ. ഏതായാലും വളരെയധികം നന്ദി സാർ, നമ്മളോടൊപ്പം ഇത്രയും സമയം വിശേഷങ്ങൾ പങ്കുവച്ചതിന്. സന്തോഷം. ഓക്കെ, താങ്ക് യു.